മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 9 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുക. അവരുടെ ഓരോ കാര്യങ്ങളെയും ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവരുടെ കൂടെയായിരുന്നപ്പോൾ അവരെ സംരക്ഷിച്ചു. ഇനി മുതൽ അവർ ലോകത്തിൽ ജീവിക്കുക. ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങ് അവരെ കാത്തുകൊള്ളണം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈശോ ദൈവപിതാവിന്റെ മുമ്പിൽ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയോടുള്ള കൂട്ടായ്മയിൽ നിൽക്കുന്ന തന്റെ ശിഷ്യഗണത്തിന് വേണ്ടി ദൈവപിതാവിന്റെ പക്കൽ ഈശോ മാധ്യസ്ഥം വഹിക്കുക. കർത്താവിന്റെ കരുണയും സ്നേഹവും, മനുഷ്യനോട് ഈശോ കാട്ടുന്ന കരുണയും സ്നേഹവുമാണ് നമ്മളിവിടെ കാണുക. അവന്റെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. അവന്റെ ജീവിതത്തിൽ അവൻ നശിക്കരുത്. പിശാച് അവനെ നശിപ്പിക്കരുത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ, ചിന്തയോടുകൂടെ ഈശോ പിതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ കൂട്ടായ്മയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഈശോ നടത്തുന്ന പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ ശക്തി നിറയും എപ്പോൾ നമ്മളും ഈശോയുടെ കൂട്ടായ്മയിൽ നിൽക്കണം. ഈശോയോട് ചേർന്ന് നമ്മൾ ഓരോരുത്തരും ജീവിച്ചാല്, ഈശോയുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാല്, ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ചാല്, നമുക്ക് വേണ്ടി ദൈവപിതാവിന്റെ പക്കൽ ഈശോ നടത്തിയ പ്രാർത്ഥനയുടെ സർവ്വ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. കർത്താവിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. കർത്താവിന്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കും. നമ്മുടെ അധ്വാന മേഖലകളില് അവിടുത്തെ പ്രാർത്ഥനയുടെ ശക്തി നിറയും. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, പിശാചിൽ നിന്ന്, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ പിശാച് നമ്മളെ വല്ലാതെ നശിപ്പിക്കുന്നില്ലേ? നമ്മുടെ അധ്വാനങ്ങളെ നശിപ്പിക്കുന്നില്ലേ? നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നില്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ അധ്വാനങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈശോയോട് ചേർന്ന് നിന്നാ മതി. ഈശോയോട് ചേർന്ന് നിന്നാല് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ പ്രാർത്ഥനയുടെ ശക്തി നിറഞ്ഞ് പിശാചിന്റെ എല്ലാ കെട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിയും. ഈശോയോട് ചേർന്ന് എളിമപ്പെട്ട് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ഇന്ന് തിരുസഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഫ്രാൻസിസ് അസീസി എത്രമാത്രം എളിമപ്പെട്ട ദൈവത്തിന് മുമ്പിൽ നിന്നത്. ഈശോ പറഞ്ഞത് മുഴുവനും ഫ്രാൻസിസ് അസീസി ചെയ്തില്ലേ? ധനാഢ്യ കുടുംബത്തിൽ ജനിച്ച ഫ്രാൻസിസ് ഒന്നുമില്ലാതെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയ കുഷ്ഠരോഗികളെ തൊടുമ്പോൾ ദിവ്യകാരുണ്യത്തെ തൊടുന്ന പോലെ ഫ്രാൻസിസ് തൊട്ടു. കാരണം ഈശോ പറഞ്ഞത് ഫ്രാൻസിസ് അനുസരിക്കുക. എളിമപ്പെട്ടു, വൈദികനായില്ല, തറയിൽ കിടന്നുറങ്ങി. അത്രമാത്രം ഈശോയോട് അനുരൂപപ്പെട്ട് എളിമപ്പെട്ട് ഈ ഫ്രാൻസിസ് അസീസി ജീവിച്ചതുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെ ദൈവം ഉയർത്തുക. ഈശോയുടെ പ്രാർത്ഥനയുടെ ശക്തി മുഴുവനും ഫ്രാൻസിസിലേക്ക് വന്ന് നിറഞ്ഞ് അവൻ സ്വർഗത്തോളം ഉയർത്തപ്പെടുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഈ ലോകത്തിന്റെ ഒരു തിന്മയ്ക്ക് പോലും, ഒരു നാശത്തിന് പോലും ഫ്രാൻസിസിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ പറ്റുമോ? എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഫ്രാൻസിസ് താൻ ഇറങ്ങിത്തിരിച്ച വഴിയിൽ നിന്നത് എന്തുകൊണ്ടാ? ചെയ്ത കാര്യങ്ങൾക്ക് വിജയം ലഭിച്ചത് എന്തുകൊണ്ടാ? ഈശോയുടെ പ്രാർത്ഥനയുടെ ശക്തി ഫ്രാൻസിസിലേക്ക് നിറഞ്ഞു. ഫ്രാൻസിസ് ഈശോയെ അനുസരിച്ച് ജീവിച്ചപ്പോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളും ഈശോയെ അനുസരിക്കണം. നിരന്തരമായ ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. പാവങ്ങളെ സഹായിക്കുന്ന മനോഭാവം നമുക്കുണ്ടാവണം. വിശുദ്ധിയുടെ വഴി നമ്മൾ തിരഞ്ഞെടുക്കണം. എളിമപ്പെട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തെയും ദൈവം ഉയർത്തും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയും ദൈവം ഉയർത്തും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിന്റെ വഴികളെല്ലാം സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് അവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും
പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുരാത്മശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോയെ ഇവരെ ഓരോരുത്തരെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ, ഇവരെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.